നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാനിതൊക്കെ എന്തിനാ ചെയ്യുന്നത്? ഇവിടെ ഉള്ളവർക്ക് ആയുസും ആരോഗ്യം കിട്ടിയിട്ട് എനിക്ക് എന്തിനാ ഓരോ വേഷം കിട്ടലുകള്? രാത്രി മുഴുവനും പട്ടിണിയും വിവരം വെളുത്ത നനഞ്ഞൊട്ടി നിന്ന് പ്രാർത്ഥനയും. എന്താടാ ശരത്തെ, ഇത് കേൾക്കാനാണോ ഇത്രയും നേരം വരെ ഉറക്കൊളച്ചത്? ചിലപ്പോ ഉറക്കളക്കേണ്ടി വരും. പ്രത്യേകിച്ച് മറ്റു അധ്വാനങ്ങളൊന്നും ഇല്ലല്ലോ. ഞാൻ പറയുന്നത് പോലെ രണ്ടുപേരും കൂടെ നിന്നാ അവളുടെ കയ്യിൽ വന്നിട്ടുള്ള പണം നമ്മുടെ അക്കൗണ്ടിൽ എത്തും. അവൾക്ക് അവളുടെ ഭർത്താവിന്റെ വേഷം കെട്ടിയവനെ കുറച്ച് പണം കൊടുത്തിട്ടുണ്ട്. അവൾ അതുകൊണ്ട് പ്രൊഡ്യൂസറും ആവണ്ട, ലേഡി സൂപ്പർ സ്റ്റാറും ആവണ്ട. പകരം അത് നമുക്ക് ജീവിക്കാനുള്ളതാ. കുറെ കാലം മേച്ചുകൊണ്ട് നടന്നതിന് എനിക്കെന്തെങ്കിലും കൂലി കിട്ടണ്ടേ ജോൺസാ? ആറ്റുവാശ്ശേരി ക്രിയേഷൻസ് എങ്കിൽ ആറ്റുവാശ്ശേരി ക്രിയേഷൻസ്. പണി നടക്കട്ടെ വക്കീലേ. അവൾക്കുള്ള കുഴി ഞാൻ കുത്തിക്കോളാം. പ്രിയങ്കേ, പ്രിയങ്കേ, പ്രിയങ്കേ. എന്താ മുത്തശ്ശി? ഇന്നലെ ഉറങ്ങാതെ പൂജാമുറി ധ്യാനത്തിലിരിക്കണമെന്നല്ലേ നിന്നോട് പറഞ്ഞു ഏൽപ്പിച്ചത്? എന്നിട്ട് പൂജാമുറിയിൽ കുറെ നേരം ഇരുന്നപ്പോ എനിക്ക് നടുവേദനിക്കുന്ന പോലെ തോന്നി. ഒന്ന് നടന്നിട്ട് തിരിച്ചു തന്നിരിക്കാന്ന് കരുതിയതാ. ഇവിടെ ഇരുന്നപ്പോ കർമ്മങ്ങൾ മുഴുവൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നെ. എന്നിട്ട് അതിങ്ങനെ ആക്കി കളഞ്ഞല്ലോ. സോറി മുത്തശ്ശി, ഇതൊന്നും എനിക്ക് ശീലമില്ലാത്തതുകൊണ്ടല്ലേ. പൂജാരി വരുമ്പോ ഇതിനു വേണ്ടി കഠിന വ്രതങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചറിയാം. പെണങ്ങല്ലേ മുത്തശ്ശി? സൂര്യോദയത്തിന് മുമ്പായി സൂര്യ നമസ്കാരം ചെയ്യണോന്ന് പറഞ്ഞിട്ടുണ്ട്. കുളി ചീറനായിട്ട് വന്നിട്ട് വേണോ അത് ചെയ്യാൻ. ഇനിയെന്താ അതിന് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഞാൻ ചെയ്യാം. ഞാനിപ്പൊ കുളിച്ചിട്ട് വരാം. ഈ നാശം പിടിച്ച് തള്ളയ്ക്ക് ഉറക്കൂല്ലല്ലോ. കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുമ്പോ ചടങ്ങ് നടത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുവോ? എങ്ങനെയെങ്കിലും ഇത് തീർക്കാതെ പറ്റില്ലല്ലോ. ഞാനിതൊക്കെ എന്തിനാ ചെയ്യുന്നത്? ഇവിടെ ഉള്ളവർക്ക് ആയുസും ആരോഗ്യം കിട്ടിയിട്ട് എനിക്ക് എന്തിനാ ഓരോ വേഷം കിട്ടലുകള്?
രാത്രി മുഴുവനും പട്ടിണിയും വിവരം വെളുത്ത നനഞ്ഞൊട്ടി നിന്ന് പ്രാർത്ഥനയും. ഛെ. ഇവള് നല്ല മനസ്സോടെ കർമ്മം അനുഷ്ഠിക്കില്ല. ഇവളുടെ പ്രാർത്ഥന കൊണ്ട് വരുണിന് ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല. ഈ കുടുംബം നശിക്കണമെന്ന അവളുടെ മനസ്സിൽ. വരുൺ താലി കെട്ടിയ പെണ്ണ് തന്നെ കർമ്മം ചെയ്യണം. അവളത് കൃത്യമായി ചെയ്യുന്നുണ്ട്. രാധികയുടെ പ്രാർത്ഥന എന്റെ മോനോടൊപ്പമുണ്ട്. അവനൊന്നും സംഭവിക്കില്ല. ഷൂട്ടിംഗ് തുടങ്ങാതെ പ്രിയങ്കയുടെ കയ്യിൽ നിന്നും പണം കിട്ടില്ല. എത്രയും പെട്ടെന്ന് കമ്പനി കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഷൂട്ടിംഗ് അതെങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന്? പൂർത്തിയാക്കാനുള്ള പ്രോജക്റ്റ് ഒന്നും അല്ലല്ലോ ജോൺ സാർ. 1-2 ദിവസം ഷൂട്ടിംഗ്. അതിനിടയിൽ അവളുടെ കയ്യിൽ നിന്നും പണം അടിച്ചു മാറ്റണം. പിന്നെ ഷൂട്ടിംഗ് നടന്നില്ലെങ്കിൽ നമുക്കെന്താ? കുറച്ച് റിസ്ക് ഉണ്ട്. 5 കോടി രൂപയുണ്ട് അവളുടെ കയ്യിൽ. ഒരു റിസ്കും ഇല്ലാതെ അത്രയും പണം കിട്ടുന്ന വേറെ എന്തെങ്കിലും പണി അന്വേഷിക്കാൻ അറിയോ? നിങ്ങൾ പേപ്പേഴ്സ് റെഡിയാക്കി വെക്കേ. കമ്പനി അക്കൗണ്ടിലെ പണം എനിക്കും അവൾക്കും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന രീതിയിലായിരിക്കണം. അവളെ കൊണ്ട് അത് എഴുതി ഒപ്പിടിച്ച് വാങ്ങിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ആ പിന്നെ ഡയറക്ടറെ, നിങ്ങൾ ഏതോ ഒരു ജോലിസിന്റെ കാര്യം പറഞ്ഞില്ലേ? എന്തായിരുന്നു പേര്? അത് തട്ടിപ്പിനാണെങ്കിലും ഓർക്കേണ്ടതൊക്കെ ഓർത്തു വെക്കണ്ടേ? ദേവമംഗലം ബാലൻ തിരുമേനി. നാട്ടുകാരോട് പറഞ്ഞ് അയാളുടേതെന്ന് പറഞ്ഞ് ഒരു കുറിമാനം എഴുതി വായിച്ചോ. അതുകൂടി കാണുമ്പോൾ അവള് വിശ്വസിച്ചോളൂ. എന്നിട്ട് ഇന്നോ നാളെ തന്നെ നമുക്ക് ഷൂട്ടിംഗ് ആരംഭിക്കണം. അതെങ്ങനെയാ? അതിനാ നിങ്ങളുടെ ഈ ദേവമംഗലം ബാലൻ തിരുമേനി. അദ്ദേഹം പറഞ്ഞെന്ന് പറയണം. പണം കൈ കിട്ടിയാ പിന്നെ സിനിമയില്ല, ഇവളുടെ പിന്നിലുള്ള നടത്തവുമില്ല. എവിടെയെങ്കിലും പോയി കുറച്ചു കാലം ഒന്ന് സൂഹിക്കണം. ബാക്കിയൊക്കെ പിന്നെ ആലോചിക്കാം. അപ്പൊ പ്രിയങ്ക? ഈ നഗരത്തിൽ ഒരുപാട് ലോഡ്ജുകള് സിനിമയ്ക്ക് വേണ്ടി പണം മുടക്കി നഷ്ടപ്പെട്ട ആളുകള് പട്ടിണിയും പരിവട്ടമായി കഴിയുന്നുണ്ട്. അവളും അതിലങ്ങ് ചേർന്നോളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.